നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാടിത്തീർത്ത ഗാനങ്ങൾ ബാക്കിയാക്കി പ്രിയ ഗായിക എസ് ജാനകി മടങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഭൗതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഗുരുവായൂരിൽ 76-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളി. കൊലപാതകം ബലാത്സംഗ ശ്രമത്തിനിടെ. കൊല്ലപ്പെട്ടത് ചേലക്കര സ്വദേശിനി വില്ലടത്ത് വീട്ടിൽ സന്താനവല്ലി. കേസിലെ പ്രതി പെരുമ്പാവൂർ സ്വദേശി സുരേഷ് റിമാൻഡിൽ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് രോഗിയുമായി സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിലിടിച്ച് ഒരാൾക്ക് പരിക്ക്. അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച് സൈക്കിൾ യാത്രികന് ഗുരുതര പരിക്കേറ്റു. പുന്നിയൂർ പഞ്ചായത്ത് തീരദേശ വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷം. ശനിയാഴ്ച വീടിന് പുറത്തിറങ്ങിയ കുട്ടികൾക്കു നേരെ നായ്ക്കൾ കൂട്ടത്തോടെ ഓടിയെത്തി. കുട്ടികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിശദമായ വാർത്തയിലേക്ക്. അന്തരിച്ച വിഖ്യാത ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മൈസൂരുവിലെ കനിയനഹുണ്ടി നവീൻ ഫാമിലാണ് സംസ്കാരം നടന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. തെന്നിന്ത്യൻ സിനിമാ മേഖലയിലെ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ചെറുമകൾ അപ്സര വൈദ്യുലയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ഗായികമാരായ KS ചിത്ര, സുജാത അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് രാവിലെ 8:30 മുതൽ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. മലയാളത്തിൽ മാത്രം 2000-ഓളം ഗാനങ്ങളാണ് ജാനകി പാടിയിട്ടുള്ളത്. കാലം കവരാത്ത ഗാനങ്ങൾ ബാക്കിവെച്ചാണ് ഗായികയുടെ മടക്കം. ശ്വസന സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു ജാനകിയുടെ മരണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30-ഓടെയാണ് ജാനകിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ ICUവിലേക്ക് മാറ്റി. രാത്രി 7:30-ഓടെയാണ് മരണം സംഭവിച്ചത്. 1938 ഏപ്രിൽ 23-ന് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകിയെ ജാനകിയമ്മ എന്നാണ് ആരാധകർ ബഹുമാനത്തോടെ വിളിച്ചിരുന്നത്. മലയാളികളുടെ പ്രിയ ഗായിക എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അത്യന്തം ലാളിത്യമുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു എസ് ജാനകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈശ്വരന്റെ വരദാനമുള്ളതുകൊണ്ടാണ് അവർക്ക് സംഗീത ലോകത്ത് ഇത്രയും വലിയ ഉയരങ്ങളിലെത്താൻ സാധിച്ചത്. വ്യക്തിപരമായി തനിക്ക് ഏറെ ഇഷ്ടമുള്ള ഗായിക കൂടിയാണ് ജാനകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച വൈകിട്ട് 7:30-ഓടെ ഗുരുവായൂരിലെത്തിയ മുഖ്യമന്ത്രി ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വിശ്രമിച്ച ശേഷമാണ് ക്ഷേത്രദർശനം നടത്തിയത്. ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ആരും തന്നെ അനുഗമിക്കരുതെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകി. അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി 8:30-ഓടെ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം സോപാനത്ത് കദളിക്കുലയും നെയ്യും സമർപ്പിച്ച് പ്രാർത്ഥന നിർവഹിച്ചു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ദർശനം കഴിഞ്ഞ് കാര്യാലയ ഗണപതിയെ തൊഴുത് തെക്കേ നടയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടാൻ കയർ കെട്ടിയിരുന്നു. തനിക്കുവേണ്ടി ഭക്തരെ തടയരുതെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി വരി കഴിയുന്നതുവരെ മുഖ്യമന്ത്രി കാത്തുനിന്നു. ഭക്തരുടെ സ്നേഹാഭ്യർത്ഥന മാനിച്ച് അവർക്കൊപ്പം ഫോട്ടോയ്ക്കും സെൽഫിക്കും പോസ്റ്റ് ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തി. കൊച്ചുകുട്ടികളോടൊപ്പം സെൽഫിയെടുത്തും ഭക്തർക്ക് കൈകൊടുത്തും സ്നേഹം പങ്കുവച്ചാണ് അദ്ദേഹം മടങ്ങിയത്. വലിയ ആവേശത്തോടെയാണ് ഭക്തർ മുഖ്യമന്ത്രിയെ വരവേറ്റത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിരവധി പേർ നിവേദനങ്ങളുമായും എത്തിയിരുന്നു. രാത്രി 9 മണിയോടെയാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്നും മടങ്ങിയത്. മറ്റു വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ 76-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ കേസിൽ പ്രതി പിടിയിൽ. കൃത്യം നടത്തിയത് ബലാത്സംഗ ശ്രമത്തിനിടെയെന്ന് പോലീസ്. ചേലക്കര സ്വദേശിനി വില്ലടത്ത് വീട്ടിൽ സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ ചിറ്റേത്ത് 55 വയസ്സുള്ള സുരേഷിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 9-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3-നാണ് ദാരുണമായ സംഭവം നടന്നത്. കൊല്ലത്ത് മകനോടൊപ്പം താമസിച്ചിരുന്ന സന്താനവല്ലി ഒരാഴ്ച മുമ്പാണ് ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞുവരികയായിരുന്ന ഇവരുമായി പ്രതിയായ സുരേഷ് പരിചയപ്പെടുകയായിരുന്നു. സുരക്ഷിതമായി താമസിക്കാൻ സ്ഥലം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് സന്താനവല്ലിയെ സുരേഷ് വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഇവരെ സുരേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു.
ഇതിനിടെ പ്രതി പിടിച്ചു തള്ളിയപ്പോൾ തല ചുമരിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു. തുടർന്ന് ബോധരഹിതയായ സ്ത്രീ മരിച്ചുവെന്ന് കരുതിയ പ്രതി തെളിവ് നശിപ്പിക്കാനായി സാരി കഴുത്തിലും മറുഭാഗം കല്ലിലും കെട്ടി കിണറ്റിൽ തള്ളുകയായിരുന്നു. കൃത്യത്തിനു ശേഷം സുഹൃത്തുമായി മദ്യപിക്കുന്നതിനിടെയാണ് പ്രതി കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. സുഹൃത്ത് ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് ടെമ്പിൾ പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ശനിയാഴ്ച രാത്രി 12 മണിയോടെ കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം തിങ്കളാഴ്ച ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൊലപാതകം നടന്ന സ്ഥലത്ത് വിരലടയാള വിദഗ്ധരെ തെളിവ് ശേഖരിച്ചു. റിമാൻഡിലായ പ്രതിയെ അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്ന് പോലീസ് പറഞ്ഞു. രോഗിയുമായി സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിലിടിച്ച് ഒരാൾക്ക് പരിക്ക്. ഞായറാഴ്ച വൈകിട്ട് 3 വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് വളവിലാണ് അപകടമുണ്ടായത്. വരവൂരിൽ നിന്നും കുഴഞ്ഞുവീണ രോഗിയുമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആരോഗ്യവകുപ്പിന്റെ 108 ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് സമീപത്തെ സൂചനാ ബോർഡിലിടിച്ച് കയറി മതിലിലിടിക്കുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 5 പേർ ആംബുലൻസിലുണ്ടായിരുന്നു. രോഗിക്കൊപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെയും ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെയും വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽപ്പെട്ട ആംബുലൻസിന്റെ 4 ടയറുകളും തേയ്മാനം സംഭവിച്ച് ഗ്രിപ്പില്ലാത്ത അവസ്ഥയിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. 185 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ഭക്തരുടെ നീണ്ട വരിയായിരുന്നു. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് നടന്നത്. 11 മണിവരെ ക്ഷേത്രത്തിനകത്തും പുറത്തും വൺ വേ സംവിധാനത്തിലൂടെയാണ് ഭക്തരെ നിയന്ത്രിച്ചത്. ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതിനു മുമ്പ് 12 മണിയോടെ വിവാഹങ്ങൾ പൂർത്തിയായി. മിഥുനമാസത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. 721 കുട്ടികൾക്ക് ചോറൂണ് നൽകി. വഴിപാടിനത്തിൽ മാത്രമായി 99,03,014 രൂപയാണ് ക്ഷേത്രത്തിൽ ലഭിച്ചത്. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 35,55,000 രൂപ ലഭിച്ചു. ക്ഷേത്രത്തിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. നേരത്തെ തിരക്കുള്ള ദിവസങ്ങളിൽ 24 പേരെ മാത്രമാണ് വിവാഹ മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിക്കാറുള്ളതെങ്കിൽ ഞായറാഴ്ച ഇത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല. ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിൽ പോലീസും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്നാണ് തിരക്ക് നിയന്ത്രിച്ചത്. അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. സൈക്കിൾ യാത്രികന് ഗുരുതര പരിക്ക്. അകലാട് മുന്നേനി സ്വദേശി കല്ലിങ്ങൽ 68 വയസ്സുള്ള രാജനാണ് ഗുരുതര പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് അൽസാക്കി ഓഡിറ്റോറിയത്തിന് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ രാജനെ അകലാട് മുന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ICU ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പുന്നൂർ പഞ്ചായത്ത് തീരദേശ വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷം. വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ ഭയന്ന നാട്ടുകാർ. പഞ്ചായത്ത് 20, 21, 22 വാർഡുകളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുള്ളത്. ശനിയാഴ്ച വാർഡുകളിലെ 3 സ്ഥലങ്ങളിലാണ് വീടിന് പുറത്തിറങ്ങിയ കുട്ടികളെ നായ്ക്കൾ ആക്രമിക്കാനെത്തിയത്. കുട്ടികൾ സമീപത്തെ വീടുകളിലേക്ക് ഓടിക്കയറിയതുകൊണ്ടു മാത്രമാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. കുന്നമ്പത്ത് സലാം, സമീർ എന്നിവരുടെ കുട്ടികളെയാണ് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ വന്നത്. തെരുവുനായ ശല്യം മൂലം കുട്ടികളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും മറ്റും ഒറ്റയ്ക്ക് പറഞ്ഞുവിടാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. കൂടാതെ വീടിന്റെ പുറത്തുവെക്കുന്ന ചെരുപ്പുകളും ഇരുചക്രവാഹനങ്ങളുടെ സീറ്റുകളും പുറത്ത് ഉണക്കാനിടുന്ന വസ്ത്രങ്ങളും കടിച്ചു നശിപ്പിക്കുന്നതും പതിവാണ്. ഇതിനെതിരെ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ പ്രശ്നപരിഹാരത്തിനായി ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം കലാനിധി കൾച്ചറൽ ഹെറിറ്റേജിന്റെ 30ാം വാർഷികവും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് പുരസ്കാര വിതരണവും ഗുരുവായൂരിൽ നടന്നു. മാത്യു കുഴൽനാടൻ MLA
കവി പ്രഭാവർമ്മ, നോവലിസ്റ്റ് ഉണ്ണി ഭാസുരി, പരിസ്ഥിതി പ്രവർത്തകൻ പി വി ദിവാകരൻ, എഴുത്തുകാരി ഗിരിജ നായർ എന്നിവർക്ക് വൈലോപ്പള്ളി ശ്രീധരമേനോൻ സ്മൃതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മാധ്യമ പ്രവർത്തകരായ ആർ ജയകുമാർ, ലിജിത്ത് തരകൻ എന്നിവർക്ക് മാധ്യമ പുരസ്കാരങ്ങളും നൽകി. ഗുരുവായൂർ ടൗൺഹാളിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കലാനിധി ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രൻ അധ്യക്ഷയായി. കവി പ്രഭാവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, പ്രശാന്ത് പഴയിടം, ഹേമ പ്രദീപ് തുടങ്ങി 50 പ്രതിഭകളെ ആദരിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, സൂര്യ ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഉണ്ടായിരുന്നു. CCTV ഇമ്പാക്ട്. പോർക്കുളം പഞ്ചായത്തിൽപ്പെട്ട അക്കിക്കാവ് K കരുണാകരൻ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ചു. കുണ്ടും കുഴിയുമായി കിടക്കുന്ന K കരുണാകരൻ റോഡിനെ പറ്റി CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് അംഗം P പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ കോറിപ്പൊടിയിട്ട് കുഴികൾ താൽക്കാലികമായി അടച്ചത്. അടുത്ത ഘട്ടത്തിൽ റോഡ് ടാറിംഗ് നടത്തുമെന്ന് പ്രവീൺകുമാർ അറിയിച്ചു. രാജ്യത്ത് പുതുതായി കൊണ്ടുവന്ന ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധമായ ചില വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ആവശ്യപ്പെട്ടു. സമൂഹത്തിൽ സുരക്ഷിതത്വമില്ലായ്മ സൃഷ്ടിക്കാൻ ഇടയാക്കുന്ന വകുപ്പുകൾ ലേബർ കോഡിലുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. BMS കുന്നംകുളം മേഖലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SK സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സേതു തിരുവേങ്കിടം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കാവിലക്കാട് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി KK തിലകൻ സംഘടനാ റിപ്പോർട്ടും രാകേഷ് രവീന്ദ്രൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നിയമപാലകർ മോട്ടോർ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. PB അരുൺ, CK സുരേന്ദ്രൻ, PK രവി എന്നിവർ പ്രമേയങ്ങളെ പിന്തുണച്ച് സംസാരിച്ചു. PB പ്രമോദ് സ്വാഗതവും രാകേഷ് രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ കുന്നംകുളം മേഖലയുടെ പുതിയ ഭാരവാഹികളായി KK തിലകൻ പ്രസിഡന്റ്, രാകേഷ് രവീന്ദ്രൻ സെക്രട്ടറി, SK സതീശൻ ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ തർപ്പണ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ശനി, ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം നടന്നത്. ജൂലൈ 11 ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്കുള്ള അമ്പ്, വള, ശൂലം എന്നിവയുടെ ആശീർവാദ കർമ്മം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു. തുടർന്ന് രാവിലെ 8 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 5:30 മോൺസിഞ്ഞോർ ജോർജ് മനാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവ നടന്നു. തുടർന്ന് വർണ്ണമഴയും 1000 കദന വെടിയും ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് അമ്പ്, വള, ശൂലം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് ബാൻഡ് വാദ്യ സംഘവും ഉണ്ടായി. തുടർന്ന് 1000 കദന വഴിപാടും പെരുന്നാളിന് മാറ്റേകി. ജൂലൈ 12 തർപ്പണ തിരുനാൾ ദിവസം രാവിലെ 6:30 ദിവ്യബലി നടന്നു. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും ഉണ്ടായി. ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശവും നൽകി. തീർത്ഥകേന്ദ്രത്തിലെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നേരുവാനും നേർച്ചകൂട്ട് പാഴ്സലായി കൊണ്ടുപോകുന്നതിനുമുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തളിയേക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദീസ ഉണ്ടായി. മെൽബൺ രൂപത മുൻ അധ്യക്ഷൻ എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകുന്നേരം 4:30 ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴയും മെഗാ ഫ്യൂഷനുമുണ്ടായി. ജൂലൈ 13 രാവിലെ 6:30 മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ് എന്നിവ ഉണ്ടായിരിക്കും. വൈകിട്ട് 7 മണി മുതൽ ആൻഡോ സൗണ്ട് പാലയൂർ സ്പോൺസർ ചെയ്യുന്ന തൃശൂർ വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരിക്കുന്നൊരാൾ എന്ന നാടകവും ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, കൈക്കാരന്മാരായ ഫ്രാൻസി ചൊവ്വലൂർ, സേവ്യർ വാക്കയിൽ, ഫ്രാൻസിസ് സിയോ, ഹൈസൺ PA, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, സാജൻ EM, MJ ആന്റണി, ലിൻഡോ തോമസ് എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂർ മമ്മിയൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച
വിജയം കൈവരിച്ചവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അസോസിയേഷൻ പ്രസിഡന്റും വാർഡ് കൗൺസിലറുമായ പി രമേശ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ മുഖ്യാതിഥിയായിരുന്നു. ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി, MRA വൈസ് പ്രസിഡന്റ് P ശ്യാംകുമാർ, സെക്രട്ടറി PS വിശ്വനാഥൻ, ട്രഷറർ R വേണുഗോപാൽ, ജോർജ് പോൾ നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CATU കുന്നംകുളം ഏരിയ സമ്മേളനം TK കൃഷ്ണൻ മന്ദിരത്തിലെ ബാബു M പാലിശ്ശേരി നഗറിൽ നടന്നു. കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾ മുൻനിർത്തി കേരളത്തിൽ ഓട്ടോ ടാക്സി നിരക്കുകൾ എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MN മുരളീധരൻ സ്വാഗതം പറഞ്ഞു. M ബാലാജി, PM സോമൻ, രാജീവ് മണികണ്ഠൻ, അഡ്വക്കേറ്റ് KG സന്തോഷ്, CK രവി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ യൂണിയന്റെ പുതിയ ഭാരവാഹികളായി MN മുരളീധരൻ സെക്രട്ടറി, PG ജയപ്രകാശ് പ്രസിഡന്റ്, സുനീഷ് ഐനിപ്പുള്ളി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നാല് ദിവസങ്ങളിലായി ചാവക്കാട് മണത്തലയിൽ നടന്ന SSF തൃശൂർ ജില്ലാ സാഹിത്യോത്സവിന് സമാപനമായി. സാഹിത്യോത്സവിൽ കയ്പമംഗലം ഡിവിഷൻ ചാമ്പ്യന്മാരായി. പ്രധാന വേദിയായ ഗ്രാനഡയിൽ നടന്ന ആവേശകരമായ സമാപന സമ്മേളനത്തോടെയാണ് മേളയ്ക്ക് കൊടിയിറങ്ങിയത്. കഴിഞ്ഞ ജൂലൈ 9 ആരംഭിച്ച വിജ്ഞാന സർഗമേള താഴപ്ര മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ ഡിവിഷനുകളിൽ നിന്നുള്ള നൂറുകണക്കിന് കലാപ്രതിഭകളാണ് വ്യത്യസ്ത വേദികളിലായി മാറ്റുരച്ചത്. മത്സരത്തിനൊടുവിൽ കയ്പമംഗലം ഡിവിഷൻ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആതിഥേയരായ ചാവക്കാട് ഡിവിഷൻ 2ാം സ്ഥാനവും തൃശൂർ വടക്കാഞ്ചേരി ഡിവിഷനുകൾ 3ാം സ്ഥാനവും പങ്കിട്ടെടുത്തു. വടക്കേക്കാട് ഡിവിഷനിലെ CY മുഹമ്മദ് അദ്നാൻ കലാപ്രതിഭയായും കയ്പമംഗലം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിലെ TH ഹന്നത്തുൽ ഹുസ്ന സർഗപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഞായറാഴ്ച വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ KM മുഹമ്മദ് അനസ് സ്വാഗതം പറയുകയും മുഹമ്മദ് ഷാഫി ഖാദരി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. SSF സംസ്ഥാന സെക്രട്ടറി KP അനസ് മുഖ്യപ്രമേയ പ്രഭാഷണം നടത്തി. വിജയികൾക്കുള്ള അവാർഡ് ദാനം സയ്യിദ് ഫസൽ തങ്ങൾ നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. അബ്ദുറഹ്മാൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. ചൂണ്ടൽ സാൻതോം പള്ളിയിലെ KCYM യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കോൺവെന്റ് മദർ സിസ്റ്റർ ശുഭ ചാക്കോ അധ്യക്ഷത വഹിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ P J രാജു മുഖ്യപ്രഭാഷണം നടത്തി. CL ജോയൽ ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ്, നിത്യ BG, ടിൻസി പോൾ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തകനും അധ്യാപകനുമായ മേജർ P J രാജുവിനെ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ഉപഹാരം നൽകി ആദരിച്ചു. സെമിനാറിനു ശേഷം ലഹരിക്കെതിരെ ഒരു ഗോൾ പദ്ധതിയുടെ ഭാഗമായി ഷൂട്ടൌട്ട് മത്സരവും നടന്നു. കർഷക തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ജോലി സുരക്ഷിതത്വം ഏർപ്പെടുത്തണമെന്നും തൊഴിലില്ലാത്ത സമയത്ത് സൗജന്യ റേഷൻ അനുവദിക്കണമെന്നും കർഷക തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം P മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് K ശാരദാമ്മ അധ്യക്ഷയായി. ഏരിയ കമ്മിറ്റി ട്രഷറർ PN അനിൽകുമാർ, ഏരിയ അംഗങ്ങളായ OB സുബ്രഹ്മണ്യൻ, TK ശിവൻ, പരമേശ്വരൻ നായർ, സുമന സുഗതൻ, OS മനോജ് കുമാർ, TV അനിൽ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് K ശാരദാമ്മയെയും സെക്രട്ടറിയായി TK ശിവനെയും ട്രഷററായി OS മനോജ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കേച്ചേരിയിലും വേലൂരിലും പ്രവർത്തിക്കുന്ന പ്രതിഭ കോളേജിന്റെ നേതൃത്വത്തിൽ SSLC+2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്നേഹാദരം 2026 എന്ന തലക്കെട്ടിൽ കേച്ചേരിയിൽ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. IIT കാൺപൂർ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെല്ലോ ഡോക്ടർ PR രാകേഷ് വിശിഷ്ടാതിഥിയായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് അംഗം ഷൈസിന ജിംഷാദ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി ജിസൺ മാസ്റ്റർ, PTA പ്രതിനിധി അഖില പ്രസാദ് എന്നിവർ സംസാരിച്ചു. പ്രതിഭ കോളേജ് പ്രിൻസിപ്പാൾ TA ഡെന്നി മാസ്റ്റർ സ്വാഗതവും സഞ്ജിത്ത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ MLA-മാരായ NK അക്ബറിനും ഗീതാ ഗോപിക്കും സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ അധ്യക്ഷത വഹിച്ചു. ചേംബറിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ MLA-മാർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KPA റഷീദ് എന്നിവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ നോർത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗത സ്വീകരണവും നടത്തി. തമ്പുരാൻപടി കാരയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം KSSPU ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫും നവാഗത സ്വീകരണം ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണനും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് KA വാസു അധ്യക്ഷനായി. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പെൻഷനേഴ്സ് കുടുംബത്തിലെ കുട്ടികളെ അനുമോദിച്ചു. നവാഗതരെ യൂണിറ്റ് സെക്രട്ടറി AG നിമൽകുമാർ പരിചയപ്പെടുത്തി. T ഉണ്ണികൃഷ്ണൻ, V അഷ്റഫ്, T ഗീത, KB മിനി, ത്രേസ്യാമ്മ, ചെറുപുഷ്പം, ജോസഫ്, രമണി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി VC സണ്ണി സ്വാഗതവും യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം അജിത നന്ദിയും പറഞ്ഞു. DYFI CPIM പയ്യൂർ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന സദസ്സ് മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തത്. പയ്യൂർ നിലമ്പതിയിൽ നടന്ന ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. DYFI മേഖലാ സെക്രട്ടറി CS അഖിൽ, CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പീതാംബരൻ, ഷിബിൻ എന്നിവർ സംസാരിച്ചു. നാലു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് ചാവക്കാട് മണത്തല ഹൈസ്കൂളിലെ 1985-86 SSLC ബാച്ച് വിദ്യാർത്ഥികൾ വീണ്ടും ഒന്നിച്ചു. ചാവക്കാട് ബീച്ച് കോളപ്പടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് വികാരനിർഭരവും ആനന്ദദായകവുമായ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. സ്കൂൾ മുറ്റത്തു നിന്നും പടിയിറങ്ങി 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ അന്ന് ഒപ്പമിരുന്നവരിൽ പലരും ഇന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രമുഖ വ്യക്തിത്വങ്ങളായി മാറിയിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ 50ഓളം പൂർവ്വ വിദ്യാർത്ഥികളാണ് ഓർമ്മകൾ പുതുക്കാൻ ഒത്തുചേർന്നത്. തങ്ങളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച പ്രിയ അധ്യാപിക ഭവാനി ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചത് വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പഴയകാല ഓർമ്മകളിലേക്ക് തിരികെ നടക്കാൻ ഒരു വട്ടം കൂടി എന്ന് പേരിട്ട ഓട്ടോഗ്രാഫ് പരസ്പരം കൈമാറിയത് വേറിട്ട കാഴ്ചയായി. മണത്തല സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും നിലവിൽ UK-യിൽ പ്രശസ്ത സർജറി ഡോക്ടറുമായ ഡോക്ടർ AK നാസറിനെ ചടങ്ങിൽ സഹപാഠികൾ ആദരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് വിശിഷ്ടാതിഥിയായി. ഡോക്ടർ AK നാസർ അധ്യക്ഷത വഹിച്ചു. സുനിൽ കാരയിൽ, ഷർഫു എന്നിവർ സംസാരിച്ചു. ചടങ്ങുകൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടികൾക്ക് രജനി, നസീറ, ഹസീന എന്നിവർ നേതൃത്വം നൽകി. മൂന്നാമത് തൃശൂർ ജില്ലാ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ ഗ്രാപ്ലിംഗ് അസോസിയേഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. ഗ്രാപ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K വിഷ്ണു മുഖ്യാതിഥിയായി. സ്കൂൾ SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് ഹനീഫ, സെക്രട്ടറി KR വിഷ്ണു, അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ OK അജി, ഫഹദ് ഹുസൈൻ, മുൻ അത്ലറ്റ് KP അനാമിക, MR ഫിറ്റ്നസ് സെന്റർ ഡയറക്ടർ മുഹമ്മദ് റാഫി, അസോസിയേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അജീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 5 വിഭാഗങ്ങളിലായി 150 മത്സരാർത്ഥികൾ പങ്കെടുത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വൈജ്ഞാനിക സംഗമവും കിഡ്സ് ടൈം ഒറിഗാമി വർക്ക്ഷോപ്പും നടത്തി. പുന്നൂർക്കുളം ആൽത്തറ സലഫി മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ തന്മീയ വൈജ്ഞാനിക സംഗമത്തിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. MDC കൊച്ചി ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ ക്ലാസ് എടുത്തു. ആയിഷ നജ്വ പങ്കെടുത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ആതിര മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ ആനി വിനു, CG സാബു, സവിത അജി, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. രോഗി പരിശോധനയും മരുന്ന് വിതരണവും നടത്തി.
കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ അരുവായി മിത്ര കുടുംബശ്രീ യൂണിറ്റിന്റെ 10ാം വാർഷിക സമ്മേളനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് കെ എൽ ഐജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ വിശിഷ്ട സാന്നിധ്യമായി. ADC അംഗം ശ്യാമ പഴഞ്ഞി, കുടുംബശ്രീ സെക്രട്ടറി M രാജകുമാരി, രഞ്ജിനി സുകുമാരൻ, ബീന ശ്രീനിവാസൻ, M മഞ്ജു, C നിഷ, രമ്യ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മനം കവരുന്ന ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻസുമായി സ്വപ്ന മുഹൂർത്തത്തിന് ചാരുതയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചാവക്കാട് ഷോറൂം ബ്രൈഡൽ ജ്വല്ലറി ഷോ സംഘടിപ്പിച്ചു. ജൂലൈ 11 മുതൽ 15 വരെയാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോ നടത്തുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആഷിർ ആൻഡ് ഫാമിലിയും 25ഓളം വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ പ്രോഡക്റ്റായ നുവ ഡയമണ്ട് ലോഞ്ചിങ്ങും ചടങ്ങിൽ നിർവഹിച്ചു. മലബാർ ഹൗസിംഗ് ചാരിറ്റിയുടെ ഭാഗമായി 2 പേർക്ക് വീടിനായുള്ള ചെക്ക് കൈമാറി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഷോറൂം ഹെഡ് അനൂപ്, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബ്ദുൾ റസാഖ്, ഡയറക്ടർ KK അഷ്റഫ്, ഷോറൂം മാനേജർ ശ്യാംജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ തൗഫീഖ് എന്നിവർ പങ്കെടുത്തു. തമിഴ്നാടൻ കേരള ഡിസൈനുകൾ മുതൽ പൊലിമയേകുന്ന കുണ്ടൻ, പോൾക്കി, ജെംസ്റ്റോൺ, ഡയമണ്ട്, ആന്റിക് തുടങ്ങി പ്രത്യേക തരങ്ങളിലുള്ള ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യായമായ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കാം എന്നതാണ് പ്രത്യേകത. നെല്ലുവായ് ഗ്രാമീണ വായനശാല വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. അഖില കേരള മദ്ദളകേളി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ MA നിരഞ്ജൻ, 2ാം സ്ഥാനം ലഭിച്ച TJ അഥർവ്, പരിശീലകൻ കലാമണ്ഡലം സുബീഷ് എന്നിവരെയും SSLC +2 വിജയികളെയുമാണ് ആദരിച്ചത്. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CG ജോൺ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് NB ബിജു, വായനശാല സെക്രട്ടറി അജു നെല്ലുവായ്, പ്രദീപ് നമ്പീശൻ, കണ്ണൻ നെല്ലുവായ്, അരവിന്ദൻ നെല്ലുവായ്, ഉണ്ണികൃഷ്ണൻ നെല്ലുവായ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ലോക ജനസംഖ്യാ ദിന സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ജനസാന്ദ്രത കൂടുതലുള്ള ഇന്ത്യയിൽ ജനസംഖ്യാ വിസ്ഫോടനം വരും തലമുറയ്ക്ക് അനുഗ്രഹമായി തീരണമെന്നും പ്രകൃതി സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ കഠിന പരിശ്രമം നടത്തണമെന്നും പ്രധാനാധ്യാപിക PK റംല സന്ദേശത്തിൽ പറഞ്ഞു. PTA പ്രസിഡന്റ് സുഹാസ്, SMC ചെയർമാൻ VS ഹാഷിം, അധ്യാപകരായ PR ഷീജ, AS സന്ധ്യ, MK സലീം എന്നിവർ പങ്കെടുത്തു. ചർമ്മം മരത്തങ്കോട് കിടങ്ങൂർ തലക്കോട്ടൂർ പരേതനായ ഫ്രാൻസിസ് ഭാര്യ മർത്ത നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് ചൊവ്വനൂർ സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോയ്, ജോൺസൺ, പരേതനായ ക്ലിറ്റസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാടിത്തീർത്ത ഗാനങ്ങൾ ബാക്കിയാക്കി പ്രിയ ഗായിക S ജാനകി മടങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഭൗതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഗുരുവായൂരിൽ 76-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളി. കൊലപാതകം ബലാത്സംഗ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടത് ചേലക്കര സ്വദേശിനി വില്ലടത്ത് വീട്ടിൽ സന്താനവല്ലി. കേസിലെ പ്രതി പെരുമ്പാവൂർ സ്വദേശി സുരേഷ് റിമാൻഡിൽ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് രോഗിയുമായി സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിലിടിച്ച ഒരാൾക്ക് പരിക്ക്. അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച് സൈക്കിൾ യാത്രികന് ഗുരുതര പരിക്ക്. പുന്നിയൂർ പഞ്ചായത്ത് തീരദേശ വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷം. ശനിയാഴ്ച വീടിന് പുറത്തിറങ്ങിയ കുട്ടികൾക്കു നേരെ നായ്ക്കൾ കൂട്ടത്തോടെ ഓടിയെത്തി. കുട്ടികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.